ഹായ് ഹലോ നമസ്കാരം. ഇറ്റ്സ് മീ സിൻഷ് ഫ്രം തിരൂർ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ആരും നമ്മളെ മറന്നിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഫേസ് ടോൺ ചെയ്യുന്നുണ്ട്. ഇവിടെ ടോണറായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഓർഡിനറിയുടെ ഗൈക്കോളിക് ടോണറാണ് കേട്ടോ. അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് വെക്കുന്നുണ്ട് ഒന്ന് അബ്സോർവ് ആവാൻ. സോ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് മോയ്സ്ചറൈസറാണ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ ഇവിടെ എനിക്ക് പിമ്പിൾസും ആക്നിയൊക്കെ ഉള്ളതിനെ കൊണ്ട് തന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ. പെട്ടെന്ന് സ്കിന്നിൽ അബ്സോർവ് ആവാനും വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും സ്കിന്നിൽ വരാണ്ടിരിക്കാനും ഒരു ആക്നി കോമ്പിനേഷൻ സ്കിന്നുകാർക്കൊക്കെ ഒരു മോയ്സ്ചറൈസർ നോക്കി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഡോട്ട് ആൻഡ് കീ ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ നമ്മുടെ സൺക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. സൺക്രീം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന സൺക്രീം എന്ന് പറയുന്നത് ദ ഡെർമാക്കോഡ് സൺക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു കോമ്പിനേഷൻ സ്കിന്നുകാർക്കും ഒരു ആക്നി ഉള്ളവർക്കും ഒരു സൺ ടാൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ്. ഒരു അൺഈവൻ ടോണൊക്കെ നമുക്കൊരു ഈവൻ ടോണിലോട്ട് എത്താൻ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഞാനൊരു പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. ഞാനിവിടെ വലിയ രീതിയിൽ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഓൾറെഡി ഞാൻ പറഞ്ഞ ഫേസിൽ പിമ്പിൾസിൻ്റെ ഇഷ്യൂസ് ഉള്ളതിനെ കൊണ്ട് വലിയ രീതിക്ക് മേക്കപ്പ് ചെയ്യുന്നില്ല. എന്നാലും നമുക്കൊരു ഫേസിലൊരു ഗ്ലോ ഒക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രൈമർ നല്ലൊരു ഓപ്ഷനാണ്. പ്രൈമറിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്കൊരു എന്താ പറയുക, നമുക്ക് മേക്കപ്പ് ഇടാണ്ട് തന്നെ ഫേസിലൊരു ഗ്ലോ ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. നെക്സ്റ്റ് ഞാൻ ലിപ്പൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിച്ചു കേട്ടോ. അത് നല്ല രീതിക്ക് ശരിയാവുന്നില്ല. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ ആ പരിപാടി ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ ഇവിടെ മേക്കപ്പ് ഇടാൻ ഉദ്ദേശിക്കുന്നില്ലാത്തതിനെ കൊണ്ട് തന്നെ ഫൗണ്ടേഷനോ കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഞാനത് സ്വിസ് ബ്യൂട്ടിയുടെ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് ഫീച്ചേഴ്സ് ചെയ്തിട്ടില്ലെങ്കിലും കണ്ണും അതിൻ്റെ ഐബ്രോസും ഇത് നല്ല രീതിക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല. അപ്പം തന്നെ ഒരു ഫുൾ കവറേജ് നമ്മൾ മേക്കപ്പ് ഇട്ട പോലെ നമുക്ക് തോന്നും കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് ഞാനൊന്ന് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മെബിലൈൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഷെയ്ഡ് നമ്പർ എനിക്ക് കറക്റ്റ് ഓർമ്മയിലില്ല. അതും ഞാൻ വേണ്ടവർക്ക് ഞാനത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും കേട്ടോ. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കണ്ണ് എഴുതാൻ എനിക്ക് ക്യാമറ നോക്കിയിട്ട് പറ്റുന്നില്ല. സോ ഞാനത് കണ്ണടി നോക്കി